morning students. Today's GK portion we can discuss lesson 4, 9 and 10. Students, today we can discuss lesson 9, idioms and meanings. Idioms means പഴഞ്ചൊല്ല്. We know many idioms. ചുട്ടയിലെ ശീലം ചുടല വരെ, ഒരു വെടിക്ക് രണ്ട് പക്ഷി, ദെൻ കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല. അപ്പോൾ നമ്മുടെ പേരൻസൊക്കെ പറയാറുണ്ട് അതുപോലെ പഴഞ്ചൊല്ലുകൾ. ഹിയർ ഓൾസോ 10 idioms are here. We can discuss its meaning also. Barking up the wrong tree. First one, barking up the wrong tree. Answer B, looking for information in the wrong place. Looking for information in the wrong place. If we want to know something, if we want to know about today's news, we want to search in the newspaper. Then if we want to buy something, any vegetables etc., then we want to go in the vegetable shop. Therefore that means we want to search in the correct place, otherwise we will not get it. Therefore barking up the wrong tree means looking for information in the wrong place. If we are searching in the wrong place, we will not get it. Second one, actions speak louder than words. Then if we are always telling something, but we are not doing, then what others will do? He is only telling, he will not do, therefore we will not obey it. Then that means actions speak louder than words. So answer, your gestures say more than your words. നിങ്ങളുടെ വാക്കുകളെക്കാളും നിങ്ങളുടെ പ്രവർത്തികളാണ് കൂടുതൽ പ്രാധാന്യം. നമ്മൾ ചെയ്യുന്നത് കണ്ട് മറ്റുള്ളവർ പഠിക്കും. നമ്മൾ പറയുന്നത് കേട്ടാൽ അത് ശ്രദ്ധിക്കാറില്ല, പക്ഷെ നമ്മൾ നന്മ ചെയ്താൽ അത് കണ്ട് മറ്റുള്ളവർ പഠിക്കും. ഇപ്പം നമ്മൾ എഴുതാൻ പറഞ്ഞിട്ട് നമ്മൾ എഴുതാണ്ടിരിക്കുവാണെങ്കിൽ മറ്റുള്ളവരത് കേൾക്കില്ല. അപ്പോൾ therefore actions speak louder than words. Your actions are better than your silly words. Answer H, your gestures say more than your words. Third one, beat around the bush. അതായത് ഒരു കാര്യം വളച്ചൊടിച്ച് പറയുക. ബീറ്റ് അറൗണ്ട് ദ ബുഷ്, എ ലോങ് വൈൻഡഡ് എക്സ്പ്ലനേഷൻ, ഇങ്ങനെ നീട്ടി പറയുക. ബീറ്റ് അറൗണ്ട് ദ ബുഷ്, ഒരു പക്ഷി ഓടിക്കാൻ വേണ്ടി നമ്മൾ ആ കാട് മുഴുവൻ വെടിവെച്ചു അല്ലെങ്കിൽ കാട് മുഴുവൻ വെട്ടിത്തെളിച്ചു എന്ന് പറയുന്നത് പോലെ. ദെൻ ഹിയർ എ ലോങ് വൈൻഡഡ് ഒരു കാര്യം പറയാൻ വേണ്ടി പഴയ കാര്യങ്ങളെല്ലാം ചകഞ്ഞ് പറയുക. That one don't want only correct way we can say, but beat around the bush means what? A long-winded explanation. Fourth one, blessing in disguise. അതായത് നമുക്കിപ്പം നിർഭാഗ്യമെന്ന് തോന്നുന്ന പലതും പിന്നീട് നല്ലതായിട്ട് ഭവിക്കും. ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗേസ്. ആൻസർ, സംതിങ് ദാറ്റ് സീംസ് ബാഡ് ഈസ് ആക്ച്വലി ഗുഡ്. ഇപ്പം നമുക്ക് ഒരു തോൽവി സംഭവിച്ചാൽ നമ്മൾ ഓർക്കും, അയ്യോ ഞാൻ തോറ്റല്ലോ, അങ്ങനെ പറ്റിയല്ലോ എന്നൊക്കെ ഓർക്കും. പക്ഷേ അടുത്ത പ്രാവശ്യം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് അതിൻ്റെ ഇരട്ടി വിജയം നേടുമ്പം ആദ്യം വന്ന ആ ഫെയിലിയർ അല്ലെ നിർഭാഗ്യം നമുക്ക് ഇരട്ടി വിജയത്തിന് കാരണമായി. അപ്പം ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗേസ് മീൻസ് സംതിങ് ദാറ്റ് സീംസ് ബാഡ് ഈസ് ആക്ച്വലി ഗുഡ്. ചിലപ്പോൾ ചീത്തയെന്ന് തോന്നിക്കുന്നതൊക്കെ നമുക്ക് നല്ലതായിട്ട് ഭവിക്കും. നമുക്ക് തോന്നൽ മാത്രമാണ് ചീത്തയാണെന്ന്, പക്ഷേ ആക്ച്വലി അത് നല്ല ഗുഡായിരിക്കാം. നമ്മുടെ പേരൻസ് ചില നമ്മൾ വഴക്ക് പറയും, അപ്പോൾ നമ്മൾ ഓർക്കും, ഓ എന്നെ വഴക്ക് പറഞ്ഞു നോക്കും, പക്ഷെ അത് നല്ലതിന് വേണ്ടിയാണ്. ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗേസ് മീൻസ് സംതിങ് ദാറ്റ് സീംസ് ബാഡ് ഈസ് ആക്ച്വലി ഗുഡ്. ഐ. ഫോർത്ത് ആൻസർ ഈസ് ഐ. ക്യൂരിയോസിറ്റി കിൽ ദ ക്യാറ്റ്. അന്വേഷണാത്മകത നിങ്ങളെ കുഴപ്പത്തിലാക്കും. അതായത് അന്വേഷണം നമുക്ക് വേണം, പക്ഷെ നമ്മൾ പഠിച്ചിട്ടില്ല താറാവിൻ്റെ കഥ, സ്വർണ്ണമുട്ടയിട്ട താറാവിൻ്റെ കഥ. അപ്പം അതുണ്ടോ എന്ന് സെർച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ വീണ്ടും ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ആ താറാവിനെ കൊന്നു, പിന്നെ അതിന് മുട്ട കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ പോലെ നമ്മൾ ആഴത്തിൽ അന്വേഷിച്ച് പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് അപകടത്തിലാവാൻ ചാൻസ് ഉണ്ട്. ആ താറാവിനെ കൊന്നില്ല എന്നെങ്കിലും എല്ലാ ദിവസവും മുട്ട കിട്ടിയേനെ. അപ്പോൾ ഇതിനകത്തുണ്ടോ എന്നുള്ള ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് അതിനെ കൊന്നത്. അപ്പം ക്യൂരിയോസിറ്റി കിൽ ദ ക്യാറ്റ്. ആൻസർ, ബീയിങ് ഇൻക്വസ്റ്റീവ് ക്യാൻ ലാൻഡ് യു ഇൻ എ ട്രബിൾ. ഒരുപാട് അന്വേഷിച്ച് പോകുമ്പോൾ നമ്മൾ ചിലപ്പം അപകടത്തിൽപ്പെടാൻ ചാൻസ് ഉണ്ട്. സി, ക്യൂരിയോസിറ്റി കിൽ ദ ക്യാറ്റ്. ആൻസർ സി, ബീയിങ് ഇൻക്വസ്റ്റീവ് ക്യാൻ ലാൻഡ് യു ഇൻ ട്രബിൾ. ചിലപ്പോൾ നമ്മൾ കുഴപ്പത്തിൽ ചെന്ന് വീണേക്കാം ഒരുപാട് അന്വേഷണം നടത്തിക്കഴിഞ്ഞാൽ.
Fifth answer is C. Hit the nail on the head. ശരിയായ മാത്രം ശരിയായ ചെയ്യേണ്ട സമയത്ത് അല്ലെങ്കിൽ വിശദീകരണം നൽകുക. അതായത് ഇപ്പം നമ്മൾ നെയിൽ എന്ന് പറഞ്ഞാൽ എന്താ, ആണിയാണ്. ആണിയുടെ എവിടെയാണ് നമ്മൾ അടിക്കേണ്ടത്? അതിൻ്റെ ഹെഡ്, ആ ടോപ്പിൽ ഇപ്പം വട്ടത്തിലുള്ള ഭാഗത്ത് അടിച്ചാൽ മാത്രമേ കയറത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ്. ചെയ്യേണ്ടത് കറക്റ്റ് സമയത്ത് നല്ല കറക്റ്റ് പ്ലേസ് നമ്മൾ ചെയ്യുക. ഇറ്റ്സ് ആൻസർ ബി ആക്യുറേറ്റ് അബൌട്ട് സംതിങ്. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് സമയത്ത് നന്നായിട്ട് ആക്യുറേറ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ്. സിക്സ്ത് ആൻസർ ഡി, ബി ആക്യുറേറ്റ് അബൌട്ട് സംതിങ്. എപ്പോഴും ആക്യുറേറ്റ് ആവുക, ചെയ്യേണ്ട കാര്യം കറക്റ്റ് സമയത്ത് ചെയ്യുക. 7. കിൽ 2 birds with 1 stone. നമ്മൾ പറയാറുണ്ട് ഒരു വെടിക്ക് 2 പക്ഷി. അപ്പം നമ്മൾ ഒരു കാര്യം ഒന്നിനു വേണ്ടി ചെയ്താൽ ചിലപ്പോൾ അതുകൊണ്ട് നമുക്ക് 2 പ്രയോജനം ഉണ്ടാവും. ദറ്റ് ഈസ് കിൽ 2 birds with 1 stone. Then to accomplish 2 things with 1 action. നമ്മൾ ഒരു ജോലി ചെയ്യുമ്പോൾ നമുക്കതുകൊണ്ട് 2 ഫലം ഉണ്ടാവുന്നു. കിൽ 2 birds with 1 stone. ആൻസർ എ, to accomplish 2 things with 1 action. Then bird മിഡ്നൈറ്റ് ഓയിൽ. അതായത് നമ്മൾ മിഡ്നൈറ്റ് ഓയിൽ എന്ന് പറഞ്ഞാൽ തന്നെ എണ്ണ. അപ്പോൾ നമ്മൾ എപ്പോഴാണ് എണ്ണ കത്തിക്കുന്നത്, എപ്പോഴാണ് നമുക്ക് വെളിച്ചം കാണണമെങ്കിൽ രാത്രിയിലാണ്. അപ്പോൾ നമ്മൾ പാതിരാവോളം, അതായത് അർദ്ധരാത്രി വരെ പണിയെടുക്കുക എന്നുള്ളതാണ്. കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്യുക, ഒരു ഹാർഡ് വർക്കിനെയാണ് സൂചിപ്പിക്കുക. 8th ആൻസർ ഈസ് വർക്ക് ലേറ്റ് ഇൻ ടു ദ നൈറ്റ്. അപ്പോൾ പകലും പിന്നെ രാത്രി, ലേറ്റ് ഇൻ ടു ദ നൈറ്റിൻ്റെ അവസാനം, അതായത് രാത്രി 11-12 വരെയൊക്കെ അധ്വാനം ചെയ്യുക. ബേൺ മിഡ് നൈറ്റ് ഓയിൽ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ രാത്രിയിൽ വിളക്ക് കത്തിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അതിന് ഓയിൽ കത്തിക്കണം. അപ്പോൾ നമ്മൾ പകലത്തെ ജോലി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ രാത്രിയിലും വർക്ക് ചെയ്യുന്നു. വർക്ക് ലേറ്റ് ഇൻ ടു ദ നൈറ്റ്. ജെ. 8th ആൻസർ ഈസ് ജെ. വൺസ് ഇൻ എ ബ്ലൂ മൂൺ. അതായത് ബ്ലൂ മൂൺ എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും ഒരിക്കൽ, ആണ്ടിലൊരിക്കൽ എന്നൊക്കെ പറഞ്ഞാൽ ഒരു വർഷത്തിലൊരിക്കൽ. 9th വൺ, ഇറ്റ്സ് ആൻസർ ഈസ് വൺസ് ഇൻ എ ലോങ് ടൈം. അതായത് നമ്മൾ ഫ്രണ്ട്സിനെ കാണുമ്പോൾ വിസി ഇന്നെ ബ്ലൂ മൂൺ എന്ന് പറഞ്ഞ അർത്ഥം തന്നെയാണ്, ഇവനെ കണ്ടിട്ട് ഒരുപാട് കാലമായി, വർഷത്തിലൊരിക്കലും അല്ലെങ്കിൽ കുറേ വർഷം കൂടിയോ. അപ്പം വൺസ് ഇൻ എ ലോങ് ടൈം, അപ്പം വളരെയധികം കാലങ്ങൾക്ക് ശേഷം. വൺസ് ഇൻ എ ബ്ലൂ മൂൺ മീൻസ് എഫ്. വൺസ് ഇൻ എ ലോങ് ടൈം, വൺസ് ഇൻ എ ലോങ് ടൈം, എഫ്. Then 10. A penny saved is a penny earned. 10th answer. A rupee saved is equal to a rupee that you earn. It is its meaning. പെന്നി എന്ന് പറഞ്ഞാൽ ഒരു പൈസ. അപ്പോൾ നമ്മൾ പൈസ ഏൺ ചെയ്യുന്നത് എന്തിനായിരിക്കും? നമ്മൾ സേവ് ചെയ്യാനായിരിക്കും. അപ്പോൾ നമ്മൾ ഏൺ ചെയ്യുമ്പം അല്ലെങ്കിൽ സേവ് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും സേവ് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകും, അല്ലേ? സമ്പാദിക്കാനുള്ള ഒരു ടെൻഡൻസിയാണ് ഉദ്ദേശിക്കുന്നത്. എ പെന്നി സേവ്ഡ് ഈസ് എ പെന്നി ഏൺഡ്. അപ്പം നമ്മൾ ഏൺ ചെയ്യുന്ന പൈസ നമ്മൾ കുറച്ച് ചിലവാക്കിയിട്ട് ബാക്കി നമ്മൾ സേവ് ചെയ്യും. അപ്പോൾ ഒരു സമ്പാദ്യശീലത്തെ സൂചിപ്പിക്കാനാണ് പറയുന്നത്. 10th വൺ, എ റുപ്പി സേവ്ഡ് ഈസ് ഈക്വൽ ടു എ റുപ്പി ദാറ്റ് യു ഏൺ. അപ്പോൾ ഏൺ ചെയ്യുന്ന പൈസ നമ്മൾ സേവ് ചെയ്യുന്നു. മുഴുവൻ സേവ് ചെയ്യാന്നല്ല, പിന്നെ നമ്മൾ സേവ് ചെയ്യേണ്ടത് മൊത്തം നമ്മൾ ചിലവാക്കുവാണെങ്കിൽ പിറ്റേ ദിവസം അത് തന്നെ സംഭവിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് രൂപ നമ്മൾ സേവ് ചെയ്യുക. എ പെന്നി സേവ്ഡ് ഈസ് എ പെന്നി ഏൺഡ്. ഇറ്റ് ഈസ് ജി. എ റുപ്പി സേവ്ഡ് ഈസ് ഈക്വൽ ടു എ റുപ്പി ദാറ്റ് യു ഏൺ. വൺസ് അഗെയിൻ, ഫസ്റ്റ് ആൻസർ 1 B, 2 H, 3 E, 4 I, 5 C, 6 D, 7 A, 8 J, 9 F, 10 G. Now lesson 10, costumes, that is dress or cloth. In different countries and different states, then different type of clothes are using. In Kerala, sari, then dhoti, etc. We are going to Madhya Pradesh, Maharashtra, Gujarat, etc. They are wearing other type of dress. And also if you are going to different countries, it is entirely changed. And also different continent. If continent are changed, states are changed, countries are changed, there is a change in their clothes also. Here 10 questions are there. We can discuss that one. A traditional knee-length rope with attached collars and
long sleeves worn by Japanese woman. ജപ്പാനീസ് വുമൺ ചെയ്യുന്ന ഒരു ഡ്രസ്സാണ്. അതിൻ്റെ പേരാണ് കിമോണോ. ഫസ്റ്റ് വൺ കിമോണോ, KIMONO. ട്രഡീഷണൽ നീലന്ത് റോപ്പ് വിത്ത് അറ്റാച്ച്ഡ് കോളേഴ്സ് ആൻഡ് ലോങ് സ്ലീവ്സ് worn by ജപ്പാനീസ് വുമൺ. ജപ്പാനിലെ ലേഡീസ് യൂസ് ചെയ്യുന്ന ഡ്രസ്സാണ് കിമോണോ. സെക്കൻഡ് വൺ, a full length dress with ruffles to the skirt that swish when the woman dance. That is called flamenco. FLAMENCO. It is in Spain. The Spain ladies are using that one. For dancing they are using Spain dance. Answer is flamenco. FLAMENCO. Second answer flamenco. Next, a ballerina's dress. That is ballerinas means a dancer ആണ് ഫ്രാൻസിലെ. Then she is using this dress, that's name is tutu. TUTU. France dress. Tutu. TUTU. Fourth one, a long piece of fabric with a center hole for the head. It helps keep the body warm. That is poncho. PONCHO. സൗത്ത് അമേരിക്കൻ ഡ്രസ്സാണ് പോഞ്ചോ. PONCHO. ഫിഫ്ത്ത് വൺ, എ knee length rope for men tied with a cloth belt called a kera. That is in Bhutan they are using. Bhutan ഡ്രസ്സാണ് go. Answer is go. GHO. Go. Sixth one, a traditional German dress for women that includes a circular shaped skirt, blouse and an apron. Its answer is DIRNDLS. 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 Seventh one, a piece of cloth usually tied around the waist as an alternate to a vest in dinner jackets. Its answer is Cummerbund. 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 That is western countries they are using cummerbund. Seventh answer Cummerbund. CUMMERBUND. Eighth one, a long piece of fabric in varied colors and combinations. It is usually worn by women from the subcontinent and Sri Lanka. നമ്മുടെ കൺട്രിയിലും ശ്രീലങ്കയിൽ യൂസ് ചെയ്യുന്നതാണ്. ദാറ്റ് ഈസ് സാരി. SARI. സാരി. A long lace veil that covers the head and shoulders, especially popular in Spain. സ്പെയിൻകാർ യൂസ് ചെയ്യുന്ന ഡ്രസ്സാണ് മാൻറ്റില്ല. MANTILLA. മാൻറ്റില്ല. Ninth answer മാൻറ്റില്ല. 10th, worn by ancient Romans. It is a long piece of cloth wrapped around the body, usually worn with a tunic. Its answer is toga. TOGA. First answer kimono. Second answer flamenco. Third tutu. Then fourth one poncho. Fifth go. GHO. Sixth one DIRNDLS. Seventh cummerbund. Eighth sari. Ninth mantilla. 10 toga. Now we can study lesson 4. Then students, do you like stories? Yes, I know you like different type of stories and also cartoons. Sometimes it's story you didn't like, but you are very interested to see the characters like Tom and Jerry, Chota Bheem, etc. In this chapter, some of the characters that you liked most, we can discuss that characters. In Harry Potter, Ronald Weasley has a pet who turns out to be a traitor in this case. He was called Scabbers. Answer Scabbers. 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 You know who is the Scabber? That is a rat. Second question. In this book by Mark Twain, he read the adventures of a young boy. This poor orphan boy accidentally helps a slave
escape while running from his father. Who is the young boy? Huckleberry Finn. Huckleberry Finn. Huckleberry Finn. Third one, this fantastical story that has a little girl, Alice, fall down the rabbit hole. The first creature that she sees is one who keeps muttering, oh dear, I shall be late. The creature is Peter Rabbit. Peterrabbit. Peter Rabbit. Third answer, Peter Rabbit. Fourth one, in the Jungle Book, this character agrees to take the responsibility of the man cub. He becomes one of the Mowgli's mentors. He is Bagheera. 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 Fifth one, the headmistress who takes away her niece's fortune is a character in this novel by British writer Roald Dahl. What is the name of the niece? Miss Jenny. Missjenny. Miss Jenny. Question number 6. This tiny terrier has accompanied Asterix and Obelix on many adventures. He is also a major bone of contention between the characters. His name is Dogmatix. 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 7th, another pet dog who likes adventure. This one has accompanied Tintin on many adventures. He is loyal and has a nose for finding trouble. He is called Snowy. 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 8th one, written by Enid Blyton. This group of 5 get into many adventures during the holidays. They are led by the reliable Julian, who is steady and protective of his sister. What is the name of the sister? Annie. Anne. Thank you and have a nice day.